ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കണേ. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ഇന്നത്തേക്ക് മാത്രമാണ് കേട്ടോ, ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സിനാണ് ഫ്രീ ഷിപ്പിംഗ് കൊടുത്തേക്കുന്നത്. അപ്പൊ അടുത്ത ഈ ഒരു ബ്ലൂ പാറ്റേൺ ഞാനിപ്പോ അടുത്ത പാറ്റേൺ കാണിക്കുന്നുണ്ട്. അത് 1990 പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മൾ ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്, കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്, എ ലൈൻ ആണ് പ്ലസ് ബോട്ടം ആണ്. അപ്പോൾ ഒരിക്കലും ഇത് റെഡിമെയ്ഡ്സും ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഇതിന്റെ ഹാഫ് റേറ്റിന് ചിലപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഒത്തിരി റെഡിമെയ്ഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്ന പീസാണ്. അത് എത്ര കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിലും കോസ്റ്റ് കുറഞ്ഞതാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കുന്നതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇതിന്റെ പുറകില്. ചുമ്മാ നമുക്കിത് എന്താ പറയാ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യുന്നതല്ല. ഇത് ഓരോ മെറ്റീരിയൽസും ഓരോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അത്രയും പ്രോസസ്സിൽ കൂടെ വരുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുള്ളി കൺവിൻസ്ഡ് ആണെങ്കിലും മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് എ ലൈനിലേക്കാണ് ചെയ്തേക്കേണ്ടത് നമ്മൾ. ഇനി സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റ് വിത്ത് ലൈനിങ് നമ്മൾ ചെയ്യാം. ഇതിന്റെ എന്താ പറയുക ഒരു ചെറിയ ഒരു ഷോർട്ട് കോളർ പാറ്റേണിലോട്ട് ചെയ്തിട്ട് ഒത്തിരി വലിയ കോളർ അല്ല, ചെറിയ കോളർ വെച്ചിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ട് എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡും എന്താ പറയാ എല്ലാം ഈ ഒരു എയർലൈൻ സെയിം തന്നെ ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്ന പലാസോ ബ്ലാക്ക് ബോട്ടം ആണ്. സെയിം കോട്ടൺ തന്നെ പലാസോ ബോട്ടം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ലീവ് വന്നിട്ട് നമ്മൾ ഈ ഷർട്ടിന്റെ പോലെ ഒരു ചെറിയൊരു ടൈറ്റ് ഫിറ്റ് വന്നിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ട് പടി പോലെ കൊടുത്തിട്ട് സ്ലീവും ചെയ്തിട്ടുണ്ട്. അപ്പൊ എ ലൈൻ ആണ്, നല്ല അടിപൊളിയാണ്. ഇതിനകത്തോട്ട് വന്നേക്കുന്ന ഈ ഒരു വൈറ്റ് ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് വേണം, സ്ലിറ്റ് ആണെങ്കിലും അതും കോട്ടൺ എ ലൈനിലോട്ടും വിത്ത് ലൈനിങ് വേണമെങ്കിൽ ചെയ്യാം. കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ, രണ്ടും സോഫ്റ്റ് കോട്ടൺ, നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. ഇതുപോലെ ഈ ഒരു പ്രിന്റ്. ഇനി ബ്ലാക്ക് വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ഹൈനെക്ക് പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇതും എ ലൈൻ ആണ്. കാരണം ഒന്നുകിലും നമ്മൾ സ്ലിറ്റ് വിത്ത് ലൈനിങ് ചെയ്യണം, അല്ലെങ്കിൽ എ ലൈൻ ചെയ്യണം. എ ലൈനിലോട്ട് കോട്ടൺ ലൈനിങ് ഇടുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഒരു ഹെവി ഫീൽ തോന്നണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ലൈനിങ് ഇടാതെ ചെയ്ത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, ഒട്ടും സീ ത്രൂ അല്ല, പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഹൈനെക്ക് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ, ഇതും ഒരു പലാസോ ഈ ഒരു പ്രിന്റ് ആണ്. ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ബ്ലൂയിലോട്ട് ഒരു ക്രീം വരുന്നൊരു ഷെയ്ഡാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഈ ബോട്ടത്തിന്റെ പ്രിന്റ് ഇതേപോലെ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. കണ്ടോ, ക്രീമും പ്ലസ് ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ല ബ്ലൂ ഷെയ്ഡാണ്. അപ്പം ബോട്ടം ഇതേപോലെ രണ്ട് സൈഡ് ഇലാസ്റ്റിക് വെച്ചേക്കുന്ന പലാസോ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത് എ ലൈൻ ആണ്, 48 ലെങ്ത് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാം. ഇതുപോലെ സെന്ററിൽ ഒരു പടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു കട്ടിങ്, എൻഡിലോട്ട് ഒരു കട്ടിങ് വന്നിട്ട് ഇതാണ് അതിന്റെ ബോട്ടം. കുറച്ചൊരു ബോട്ടം കാണുന്ന രീതിയിൽ കുറച്ചും കൂടെ ലെങ്ത് കുറച്ചാൽ വേണമെങ്കിൽ ബോട്ടം കുറച്ച് കൂടുതൽ കാണും. ഞാനപ്പോൾ ഇത്തിരി ലെങ്ത് കൂടിയെന്ന് തോന്നി. ഓക്കെ, അപ്പം ഇതുപോലെ കോളർ വന്നിട്ട് ഒരു ക്ലോസ് നെക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഹൈ നെക്ക്. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് കടന്നോളും. ഇനി ഹുക്ക് വെക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഹുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇതേപോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 1990 ആണ്, പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ വിത്ത് ലൈനിങ് സ്ലിറ്റിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, സെയിം പാറ്റേൺ തന്നെ. അതുപോലെ നെക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചേഞ്ച് കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ മുമ്പേ പറയണം, കാരണം അല്ലെങ്കിൽ നമുക്കുള്ള മെറ്റീരിയൽസിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. എന്നാലും മാക്സിമം നേരത്തെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.